ഹലോ, അപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും ഒരു കുക്കർ മത്തിയായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനാവശ്യമായത് കുറച്ച് ഐറ്റംസ് മതി, പക്ഷെ ഭയങ്കര ടേസ്റ്റ് കേട്ടോ. അപ്പം ഒരു 10-20 ചെറുള്ളിയാണ് മെയിനായിട്ടുള്ളത്. വേറെ വെല്ലുള്ളിയോ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അപ്പോൾ ചെറുള്ളി അത്യാവശ്യം തോനെടുത്തോളൂ കേട്ടോ. പിന്നെ കുറച്ച് 5-6 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. പച്ചമുളക് ഓപ്ഷനാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി, നിർബന്ധമില്ല കേട്ടോ. എരിവും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ആഡ് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ പച്ചമുളക് നിങ്ങൾ സ്കിപ്പ് ചെയ്യണതാവും നല്ലത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുരുമുളക് ഇതിൽ ആഡ് ചെയ്യും, പക്ഷെ ഇവിടെ കുരുമുളക് ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് മുളക് പൊടിയാണ്, അപ്പം അത് കാരണം പച്ചമുളക് അഡീഷണലായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ആദ്യം ചെറുള്ളിയൊക്കെ നന്നായി നോക്കി കഴുകി വൃത്തിയാക്കി ചെറുതാക്കി തൂമിക്കാനൊക്കെ അരിയണ പോലെ തന്നെ സാധാരണ രീതിയിൽ അരിയാം. പിന്നെ 2 പച്ചമുളക് നടുവ് ഇട്ടിട്ടുണ്ട്. പിന്നെ മുഴുവനായിട്ട് ഞാനത് കീറിട്ടില്ല, ഒരു എരി പുറത്തേക്ക് വരുന്ന രീതിയിൽ. പിന്നെ നമ്മൾ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് ചതക്കുകയാണ് വേണ്ടത്, മിക്സിയിൽ അരക്കരുത്. പ്രത്യേകം ശ്രദ്ധിക്കും, മിക്സിയിൽ അരക്കാതെ ചതച്ചെടുക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ വലിയ ജീരകവും ഇഞ്ചും വെളുത്തുള്ളിയും കൂടി നമ്മൾ നന്നായി ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. മിക്സിയിൽ അരക്കുക കാര്യങ്ങളോ അല്ലെങ്കിൽ മുമ്പ് ഉണ്ടാക്കി വെച്ച ഒന്നും വേണ്ട കേട്ടോ. പിന്നെ ഇത് പുളി, നമ്മൾ ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി ഇട്ടിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം കുറച്ച് കറിവേപ്പില. നമ്മൾ നാടൻ ഡിഷിലൊക്കെ നമുക്ക് എന്തായാലും കറിവേപ്പില എന്ന് പറഞ്ഞ സംഭവം സ്കിപ്പ് ചെയ്യാൻ പറ്റില്ലല്ലേ. അപ്പം മീൻ ഇവിടെ ഫ്രഷ് എന്താ പറയുക ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് റെഡി ആവണവരെ നമുക്ക് അരപ്പ് റെഡിയാക്കാം. അപ്പോൾ വെളിച്ചെണ്ണക്കൊക്കെ അത്യാവശ്യം നല്ല റേറ്റാണ്. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഇതിൽ ആഡ് ചെയ്യേണ്ടത്. ഞാൻ ഇവിടെ വെളിച്ചെണ്ണ ഉണ്ടായതുകൊണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റാവും. ഇനിയിപ്പോൾ സൺഫ്ലവറിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ടേസ്റ്റിന് കുറവില്ല, പക്ഷേ ആ വെളിച്ചെണ്ണൻ്റെ ഫ്ലേവറും കൂടി വരുമ്പോൾ ഒന്നും കൂടി നന്നായിരിക്കുന്നു മാത്രം. അപ്പോൾ പിന്നെ നമ്മൾ കുക്കർ വെച്ചിട്ടുണ്ട്. നമ്മൾ തമ്മനയിൽ കൊടുത്ത പോലെ തന്നെ കുക്കറിൽ തന്നെയാട്ടോ ഈ മത്തി വെക്കുക. അപ്പോൾ എന്താ ഉടഞ്ഞു പോവില്ലേ, അല്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല, മീനിൻ്റെ മണം ഉണ്ടാവില്ലേ എന്നൊന്നും ചിന്തിക്കുകയും വേണ്ട. ഈ പറഞ്ഞ ഒരു കാര്യം ഉണ്ടാവില്ല. ഇനി ആർക്കെങ്കിലും അങ്ങനെ അനുഭവപ്പെട്ട കമൻറ്റ് ബോക്സിൽ ധൈര്യമായിട്ട് പറയാം കേട്ടോ. പിന്നെ കുക്കർ എടുത്തു, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ചെറുള്ളി ഇട്ടു, പിന്നെ പച്ചമുളക് ഇട്ടു, ഒന്ന് വഴറ്റി വന്നിട്ട് അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് 3 ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. തീ കൂട്ടി വെക്കണ്ട, ചെറിയ തീയിൽ വഴറ്റിയെടുത്താൽ മതി, വേഗം ആവും കേട്ടോ. പിന്നെ മറ്റേ തന്നെയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് മെയിനായിട്ട്. അപ്പം ഇത് 3 കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക. പിന്നെ അടി പിടിക്കാതെ നോക്കണം. പിന്നെ ഉള്ളി നല്ല കരിഞ്ഞു പോയി ബ്രൗൺ കളറാവും ചെയ്തിട്ട് കേട്ടോ. ഒരു മീഡിയം കളറ്, നന്നായി കരിയും വേണ്ട, എന്നാൽ നന്നായിട്ട് എന്താ പറയുക വേവാതിരിക്കും വേണ്ട, ആ ഒരു ലെവലിൽ. പിന്നെ അത് പെട്ടെന്ന് ചെറുതല്ലേ ആവും, എന്നാലും അല്പം ഈ ഒരു മസാലക്ക് പുളിവെള്ളം പാർന്നത് കൊണ്ട് തന്നെ മസാലയ്ക്ക് വേണ്ട ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ അത് അത്യാവശ്യത്തിൽ കുറച്ച് കറിവേപ്പിൻ്റെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ചെറിയ തീയിൽ വെക്കാൻ ശ്രദ്ധിക്കണം. നന്നായി വഴറ്റിയെടുത്തിട്ട് ഈ മസാല എന്തായാലും ഒന്ന് പരത്തി ഒന്ന് ലെവലാക്കി എല്ലാ ഭാഗത്ത് വെക്കട്ടോ. ഈ നേരം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മീനിൽ കുറച്ച് മസാല ആഡ് ചെയ്യാം. നോർമലായിട്ട് മുളകും പൊടി 1 ടീസ്പൂൺ ഞാൻ മുളകും പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടേബിൾ സ്പൂൺ ഞാൻ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, പിന്നെ വളരെ കുറച്ച് മാത്രം മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ശ്രദ്ധിക്കണം, നമ്മൾ നേരത്തെ മസാലയിൽ അവിടെ വഴറ്റുമ്പോൾ നമ്മൾ ഉപ്പിട്ടുണ്ടായിരുന്നു, പിന്നെ മീനിൽ ഉപ്പ്, അപ്പോൾ അത് തമ്മിൽ ഏറിപ്പോകരുത് കേട്ടോ. ചെറിയ മത്തിയാണ് അത്. പിന്നെ അതിൽ മീൻ നന്നായി ഫ്രഷ് ആയിരിക്കണം, അപ്പോഴേ ഉള്ളൂ ഈ പറയുന്ന ടേസ്റ്റ് ഉണ്ടാവുക. പഴയ മീനാണെങ്കിൽ ആ ക്വാളിറ്റിയെ നമ്മൾ എന്ത് സംഭവം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിലും ആ ഒരു ടേസ്റ്റേ കിട്ടുന്നു കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് മീനായിരുന്നു. അപ്പം അതിൻ്റെതായ ടേസ്റ്റും ഇതൊക്കെ മീനുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ പറഞ്ഞ സംഭവങ്ങളൊക്കെ കൂട്ടി വേണമെങ്കിൽ ഒരു നുള്ളു പുളിവെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് എന്താ പറയുക മസാല തേച്ച് വെക്കുക കേട്ടോ. ഒരു 10-20 മിനിറ്റ് തേച്ച് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം നന്നായിട്ട് മസാല പിടിക്കും കേട്ടോ. സുറുക്ക് ഒഴിക്കണേക്കാട്ടൊക്കെ പുളിവെള്ളം ഒഴിക്കുമ്പം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മീനിൽ മസാല ഒന്നും കൂടി പിടിക്കണ പോലെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഇനി നിങ്ങൾ മീൻ ഫ്രൈ ചെയ്യുമ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. സുറുക്ക വിനാഗിരിക്ക് പകരം കുറച്ച് പുളിവെള്ളം. പിന്നെ കുക്കറിൽ നമ്മൾ മസാല സ്പ്രെഡ് പരത്തി വെച്ചല്ലോ, അതിൻ്റെ മേലെ കൂടിയും പണ്ടൊക്കെ തപ്പിടുക എന്ന് പറയില്ല, മീൻ തപ്പിടുക എന്ന് തന്നെ തോന്നുന്നു പറയാം. അപ്പോൾ അതുപോലെ ഇങ്ങനെ അടുക്കിനെ വെക്കണം. എന്നിട്ട് അതിലേക്ക് തന്നെ കുറച്ച് നമ്മൾ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളിവെള്ളം ഒഴിക്കുക. ഇതത്ര മതി കേട്ടോ, അടിയൊന്നും പിടിക്കില്ല. ഇതിൽ തന്നെ അത്യാവശ്യം വെള്ളം നീരൊക്കെ ഉണ്ടാവും.
അത് അടച്ച് വെച്ചിട്ട് നമുക്ക് ഒറ്റ വിസിൽ വന്നാൽ മതി. പിന്നെ അധികം വിസിലും വരണ്ട. എന്നാൽ വന്ന പടക്ക വിസിലൊക്കെ ഒന്ന് ഇങ്ങനെ കളഞ്ഞിട്ട് നോക്കൊണ്ടിട്ട്, അല്ലെങ്കിൽ മേ ബി നല്ല ഓവർ കുക്കാവാൻ ചാൻസ് ഉണ്ടാവും. മത്തിയല്ല, അധികം വേവും കാര്യങ്ങളൊന്നും ഇല്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. പിന്നെ അധികം കുറച്ച് കറി കുറച്ച് മസാല ഉള്ളപ്പോൾ തോന്നുകയാണെങ്കിൽ അതൊന്നും ഇതേപോലെ വറ്റിച്ചെടുത്താൽ മതി. അപ്പോൾ നന്നായിട്ട് എന്താ വറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആവും കേട്ടോ. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ബൈ.